കിട്ടാ പിന്നെ വരുന്ന പറഞ്ഞ കഴിച്ച് നമ്മൾ വിഷു സ്പെഷ്യൽ അപ്പോൾ നമ്മൾ ഇന്ന് വിഷു സ്പെഷ്യലിന് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ടീക്കുട്ടിയുടെ ഫേവറേറ്റ് പ്രീതേച്ചി മറ്റേ ഹാൻഡ് പെയിൻറ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആട്ടോ. ഇത് നിങ്ങൾ അങ്ങനെ അധികം ആരും കാണാൻ പറ്റില്ല. എനിക്കിതിൻ്റെ കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു പ്ലീറ്റ്സ് ആണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കണേ നോക്കി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീക്കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ ഫസ്റ്റ് ഇങ്ങനെയാണ് നോക്കി. ഓക്കെ, ഹെയർ സ്റ്റൈൽ വളരെ സിമ്പിളായിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ പിന്നി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം പേജ് താഴെ കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ മോം ആൻഡ് ഡോട്ടറും അതുപോലെ തന്നെ ഇതുപോലത്തെ സെറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഡയറക്റ്റായിട്ട് DM ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറുതായി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താലോ? സോ മേക്കപ്പ് ഗൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളിന്ന് പുറത്താണല്ലോ ടീ മേക്കപ്പ് ചെയ്യുന്നത്. യെസ്, ഒരു ഫൗണ്ടേഷനോ അതിന് മുമ്പ് കിട്ടിയ എന്താണ് പിന്നെ മോയ്സ്ചറൈസർ. യെസ്, ഫൈൻ, സോറി ഗൈസ്, മറന്നുപോയി. നിമിഷാൻ്റി പഠിച്ചതെല്ലാം മറന്നുപോയി. അപ്പോൾ ഇന്ന് നമ്മൾ വീടിന് പുറത്ത് സമാധാനമായി, വെയിലൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾ വിഷു ഔട്ട്ഫിറ്റ് ആട്ടോ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത്ര നേരത്തെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്താലേ നിങ്ങൾക്ക് വിഷുവിന് കിട്ടും. അപ്പോൾ നിമിഷാൻ്റി തലേ ദിവസം ഇട്ടിട്ട് നല്ല കാര്യമുണ്ടോ ഇല്ല ടിയാ? യെസ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ആനുവൽ എക്സാമിൻ്റെ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ടിയാ? ഇനിയിപ്പം കൺസീലർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണിലും മൂക്കിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ടീക്കുട്ടി കോമ്പാക്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ഡ്രസ്സ് ഇടാൻ. ഇല്ലെങ്കിൽ ആ ഡ്രസ്സിൻ്റെ കഴുത്തിൻ്റെ അവിടെ എല്ലാം നമ്മുടെ ഈ കോമ്പാക്റ്റും കാര്യങ്ങളും എല്ലാം ആവും കേട്ടോ. അപ്പം ഇനി നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഫേസ് കാണിക്കാം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഒരുപാട് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. കാരണം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിന് ഒരു ഭംഗി ഉണ്ടാവില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഒന്ന് ബാക്കി പോടാ, ഒന്ന് ഡ്രസ്സ് കാണിക്കടാ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷു സ്പെഷ്യൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയേ. അപ്പോൾ താങ്ക് യു സോ മച്ച് പ്രീതേച്ചി ഫോർ ദിസ് വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് പിന്നെ എന്തൊക്കെയോ ഫുൾ ഡ്രസ്സല്ലേ ചെയ്യാ. ഓക്കെ, ഇത് ഫുൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് ഫുൾ ഹാൻഡ് പെയിൻറ്റ് ചെയ്തതാട്ടോ പ്രീതേച്ചി. അപ്പോൾ ഞാൻ അവിടെ ഇൻസ്റ്റാ പേജ് താഴെ ചെയ്യാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പോസും ഇതുപോലത്തെ പ്ലീറ്റ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. മേക്കപ്പിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ എവിടെ നിന്നാണ് എന്താണെന്ന് ചോദിച്ചാൽ നിമിഷാൻ്റിക്ക് അറിയില്ല. ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കിയില്ല ടിയാ? യെസ്, ഓക്കെ ഗൈസ്, എനിക്കിതിൻ്റെ പ്ലീറ്റ്സ് ഉണ്ടല്ലോ, കുട്ടി പ്ലീറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഈ ഡ്രസ്സും എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആദ്യമായിട്ടായിരിക്കും ടീക്കുട്ടി ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സും ഇതുപോലെ കുഞ്ഞി പ്ലീറ്റ്സും. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതുപോലെ ഈ ഒരു ഇത് ഫുള്ളി നമുക്ക് ചേച്ചി യുണീക്ക് സെറ്റാട്ടോ. ഇത് മുഴുവൻ ആ ചേച്ചി വരച്ചതാണ്. എന്തു ഭംഗിയാ നോക്കി. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒക്കെ ഒന്ന് റെഡിയായി. ഞങ്ങൾ മൂക്കുത്തിയൊക്കെ പൊട്ടുകൊണ്ട് തന്നെ മൂക്കുത്തി വെച്ച ആളാണ് ടീക്കുട്ടി അല്ലേ ടിയാ? ഓക്കെ, അതിന് പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ ആ മൂക്ക് അവിടെ ഇനി റെഡിഷ് ആവേണ്ട. റെഡിഷ് ആയില്ലേ? ഇനി തൊടല്ലേ മൂക്ക്. ഈ മൂക്ക് ഏത് സൈഡാ മൂക്കുത്തി കുത്തുക? ഇതിലാണോ? രണ്ട് സൈഡും മൂക്കിനെ പിടിച്ച് ഗൈസ് മൊത്തത്തിൽ പ്രശ്നമാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു മൂക്കണം, ഏത് മൂക്കണം? ഓക്കെ ആണോ മുത്ത്? ഓക്കെ ആണോ? ഏതോ സൈഡിൽ പിടിച്ച് അമർത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു ഗൈസ്. എന്തായാലും ഔട്ട്ഫിറ്റ് എനിക്ക് 10ൽ ഞാൻ 10 മാർക്ക് കൊടുക്കുന്നു ഗൈസ്. കാരണം എനിക്ക് ഉണ്ടല്ലോ ഈ പ്ലീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. നോക്കി എന്ത് കുഞ്ഞു പ്ലീറ്റ്സാണ് നോക്കിയേ. ടീയെ മൂക്കുത്തി റെഡിയാക്കിയിട്ടില്ല കേട്ടോ, സെറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടീക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ്. ഇനി നമുക്കൊരു നെറ്റിച്ചൂട്ടി ഉണ്ട്, കുറച്ച് ബാംഗിൾസ് ഉണ്ട്, പിന്നെ കണിക്കൊന്ന ഉണ്ട് ഗൈസ്. നമ്മുടെ ഇതിപ്പോൾ 1.5 മാസം ബിഫോർ ആയതുകൊണ്ട് നമുക്ക് കണിക്കൊന്ന എവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന വെച്ചിട്ടാണ് അല്ലേ ടിയാ? കൺമഷി. കണ്ണെല്ലാം എരിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എരിയുന്നുണ്ടോ നോക്കട്ടെ. കൺമഷി മതിയോ നോക്കട്ടെ പിന്നെ. ഓക്കെ, ഏകദേശം മതിയായിട്ടുണ്ട്. വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വേഗം നമ്മൾ ഷൂട്ട് എടുത്തില്ലെങ്കിൽ പണി പാളും ഗൈസ്. റെഡിയല്ലേ? സിമ്പിൾ മേക്കപ്പാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. കുപ്പിവളയാണ് കേട്ടോ. ഇത് മുഴുവൻ നമുക്ക് സ്റ്റോണിൽ വരുന്ന കുപ്പിവളയാണ്. അപ്പം ഇതൊക്കെ ടീക്കുട്ടിയുടെ ഉണ്ടോ, പിങ്കിന് പിങ്ക് മാച്ച് ഉണ്ട്. അപ്പം അല്ലല്ല, മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടി ഇടാം, മിക്സിങ് ഇടാം. ഇത് കളർഫുൾ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. വെയിറ്റ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്കിളിലെല്ലാം അറേഞ്ച് ചെയ്യാം. ടീക്കുട്ടിയുടെ ഇവിടെ ഇങ്ങനെ കേട്ടോ നമ്മൾ പിന്നീറ്റ് ബാക്കിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ടീക്കുട്ടി ഇങ്ങനെ ഓരോരോ വളകൾ ഓരോന്നായിട്ടിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുപ്പിവള നമ്മൾ
വർഷത്തിൽ ഒരു പ്രാവശ്യം ഫോട്ടോഷൂട്ടിന് ഇടുന്നതാണ്. വളകൾ ഇനിയും ഇട്ട് കഴിഞ്ഞിട്ടില്ല. അത് ഇപ്പോൾ ഫാസ്റ്റായിട്ട് 2 കയ്യിലും എല്ലാ കളേഴ്സും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗി. ഇതെല്ലാം ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇത്തിരി സൈസ് കൂടിയോന്ന് എനിക്കൊരു സംശയമുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നല്ല ഭംഗിയുണ്ട് ആ ഡ്രസ്സിനും ആ ഒരു ഇതിനും കേട്ടോ. നിങ്ങൾ മാർക്ക് തരണേ. 10 നമുക്ക് എത്ര മാർക്ക് ഈ ഡ്രസ്സിനും ടീക്കുട്ടിയുടെ മേക്കപ്പിനും കൊടുക്കാമെന്ന്. മേക്കപ്പ് ഒന്നും അധികം ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ, വളരെ കുറവാണ്. അപ്പം നോക്കട്ടെ, കൈ നോക്കട്ടെ. പിന്നെ 2 ഇതൊക്കെ ഇങ്ങനെ. ഓക്കെ ഫൈൻ ഗൈസ്. അങ്ങനെ വളകളും സെറ്റായി. പേടിക്കണ്ട ഗൈസ്, പേടിച്ചിട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ നെറ്റിച്ചൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നെറ്റിച്ചൂട്ടി വെച്ചിട്ടൊക്കെ ഒന്ന് പറയണം. എനിക്ക് കണ്ണ് കുറച്ചുകൂടെ എഴുതായിരുന്നു കേട്ടോ മറ്റേ. അയ്യോ ഗൈസ്, അപ്പോൾ എല്ലാം സെറ്റായി. ആൻഡ് ദിസ് ഇസ് അവർ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, എത്ര മാർക്ക് 10 കൊടുക്കാമെന്ന് പറയണം. കോസ്റ്റ്യൂമും എല്ലാം. അയ്യോ എനിക്ക് ഇതിൻ്റെ പ്ലീറ്റ്സ് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല കേട്ടോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ വിഷുവിന് എല്ലാവരും റെഡി ആയിക്കോളൂ. പിന്നെ ഇതിൻ്റെ ഒരു മോം ആൻഡ് ഡോട്ടർ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ, അത് എടുത്തിട്ട് ഇതൊരു മോം ആൻഡ് ഡോട്ടർ കോമ്പിനേഷനും കൂടി ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നിമിഷാൻ്റെക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു. എനിക്ക് ഓഫീസിലൊക്കെ ഇപ്പോൾ പോകാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് വേഗം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അമ്മയും കുഞ്ഞിനും വേണ്ടിയിട്ടും ഓർഡർ ചെയ്യാം. സെയിം ആയിട്ട് തന്നെ പറഞ്ഞ ഡിസൈനിൽ തന്നെ ചെയ്തു തരും കേട്ടോ. സൂപ്പറായിട്ടുണ്ടല്ലേ ടിയ, ബ്യൂട്ടിഫുൾ. മോർണിംഗ് എഴുന്നേറ്റ് നമ്മുടെ മിട്ടുവിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് മോർണിംഗ്. ഇപ്പോൾ സമയം 7 മണിയായി. കേട്ടോ, മിട്ടു കുറച്ച് കളിക്കാൻ വരും. കളിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ആരുടെ മുന്നേ ഇത് വെച്ചിട്ട് കളിക്കണം. പുതിയൊരു കളിയാണ് കേട്ടോ. ഇതാണ് അവൻ്റെ ടൈം. ടീക്കുട്ടിയൊന്നും എഴുന്നേറ്റിട്ടില്ല, ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട്. അദ്ദിക്കുട്ടനെ ഇനി അടുത്തത് അദ്ദിക്കുട്ടിനെ പിടിക്കാൻ പോവും. അദ്ദിക്കുട്ടി ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. കുഞ്ഞ് പൊന്നെ വിട്ടു. ഓക്കെ. എങ്ങനെയാ കുഞ്ഞ് കളിക്കുക? മമ്മ കുഞ്ഞ് എങ്ങനെയാ കളിക്കുക? കേട്ടോ, അദ്ദിക്കുട്ടിനെ പിടിക്കാൻ പോകും കേട്ടോ. അമ്മ പൊന്നുവാ, പൊന്നുവാടാ, അമ്മ പൊന്നുവാടാ. ടീയാ, അതാ ചോദിക്കുന്നത്. മിട്ടു വന്നു. ടീ എവിടെ? ടീ എവിടെ? ടീ എവിടെ ഗൈസ്? ടീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഇതേ നോക്കി, എന്ത് ഭംഗിയാ നോക്കി കാണാൻ. ഇതവൻ്റെ ഹാപ്പിയസ്റ്റ് ഒരു ടൈമാട്ടോ ഈ മോർണിംഗ് ടൈം. നമ്മളിങ്ങനെ ടീയാ, മിട്ടു ബൈ കണ്ടോ ഗൈസ്? ബൈ പറഞ്ഞത് കേട്ടോ? ഒന്നും കൂടെ കേൾപ്പിച്ചു തരാം കേട്ടോ. ബൈ കേട്ടോ. ടീ എവിടെ? ഗൈസ് ഇതാട്ടോ, ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിക്കരുത്, മിട്ടുവിനെ അങ്ങനെ കാണിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അവൻ അത്യാവശ്യം ഇപ്പം നന്നായിട്ട് നമ്മളുടെ കൂടെ ഇതാക്കുന്നുണ്ട് കേട്ടോ. എന്ത് പൊന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഉമ്മ തരാം കേട്ടോ മിട്ടു. ഓക്കെ. നോ സോറി നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ വിടണം കേട്ടോ. അവന് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യില്ല. പൊന്നുമണി, മമ്മ തങ്കാണിത്. അമ്മ തങ്കം അദ്ദിക്കുട്ടിനെ ഓട്ടിക്കട്ടോ. കാണിച്ചത് നോക്കുക ഗൈസ്. ചാടി പോണ് നോക്കട്ടോ. അവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. ദേ കണ്ടോ, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇത് ഇഷ്ടമായിരിക്കും കേട്ടോ. ടി വിയിൽ വെച്ച് കാണണേ മിട്ടുവിൻ്റെ കുസൃതികൾ. ഇതുണ്ടോ, കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാവും തീർച്ചയായിട്ടും. ഇത് കണ്ടോ, നമ്മുടെ നോട്ടി മിട്ടു മോർണിംഗ് ഒരു പണിയില്ലാതെ കാണിക്കലാണ് ഇട്ടത്. ഇതുണ്ടോ, ഒരു പണിയില്ല ഗൈസ്. ഇതിനെങ്ങനെ അയ്യോ കാണിക്കണം നോക്കി. നിമിഷേട്ടൻ്റെ കാലിലൊക്കെ വരുന്നത്. പൊന്നോ മിട്ടുപണി നിർത്തുന്നില്ല ഗൈസ്. വിളിച്ചാ വരുമോ നോക്കാം. മിട്ടു ആരുടെ പൊന്നെ വാ. ഇല്ല ഗൈസ്, കളിക്ക. അമ്മ പൊന്നു വരൂ. നോ പറഞ്ഞ കേട്ടോ.